ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ടാപ്പ് തുറക്കുന്നു, അതിൽ നിന്ന് വെള്ളത്തിന് പകരം കാറ്റിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. അങ്ങനെ ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച. ഇത് വെറും 2 മണിക്കൂർ നേരത്തെ വെള്ളം മുടക്കല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ അറിയുന്നു. ഈ അവസ്ഥ എങ്ങനെ നേരിടുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ലോകത്തൊരിടത്ത് ഈ ഭയാനകമായ ചിന്ത ഒരു യാഥാർത്ഥ്യമായിരുന്നു. മധ്യപൂർവ്വദേശത്തെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ പാറകളും പൊടി നിറഞ്ഞ കാറ്റും തീതൊപ്പുന്ന സൂര്യനും മാത്രമുള്ള സ്ഥലത്ത് ഇസ്രായേൽ എന്നൊരു ചെറിയ രാജ്യം രൂപം കൊണ്ടിരുന്നു. അവിടുത്തെ ആളുകൾ ശരിക്കും ഒരു അത്ഭുതം കാണിച്ചു. ലോകത്തിലെ എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അസാധ്യമെന്ന് കരുതിയ ഒരു കാര്യം അവർ ചെയ്തു. മരുഭൂമിയുടെ നെഞ്ചു പിളർത്തി അവർ 12,000 കിലോമീറ്ററിലധികം നീളമുള്ള കനാലുകൾ കുഴിച്ചു. ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയി തിരിച്ചു വരുന്നതിലും കൂടുതലാണ് ഈ ദൂരം. ഈ കനാലുകൾ ഉണ്ടാക്കിയത് മനുഷ്യനിർമ്മിതമായ ഒരു വലിയ നദിക്ക് ജന്മം നൽകാനാണ്. ഈ വരണ്ട ഭൂമിയുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മെഡിറ്ററേനിയൻ കടലിലെ കോടിക്കണക്കിന് ലിറ്റർ ഉപ്പുവെള്ളം അവർ മരുഭൂമിയുടെ നടുവിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് തുടക്കം മാത്രമായിരുന്നു. ആ ഉപ്പുവെള്ളത്തെ അവർ ഡീസാലിനേഷൻ പ്ലാന്റുകൾ എന്ന മാന്ത്രിക ഫാക്ടറികളിലിട്ട് കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലമാക്കി മാറ്റി. നമുക്കിനി ഈ എഞ്ചിനീയറിംഗ് അത്ഭുതത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. ദശാബ്ദങ്ങളോളം തെക്കൻ ഇസ്രായേലിലെ നെഗേവ് മരുഭൂമി വരണ്ടുണങ്ങിയ, കൃഷി ചെയ്യാൻ കഴിയാത്തൊരു ഭൂമിയായിരുന്നു. വേനൽക്കാലത്ത് 110 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ താപനില, ആകാശം 1000 ഹീറ്ററുകൾ വെച്ചതുപോലെ. മഴയോ വർഷത്തിൽ ഏതാനും ആഴ്ചകൾ മാത്രം. തലമുറകളായി സൂക്ഷിച്ചിരുന്ന ഭൂമിക്കടിയിലെ വെള്ളം പോലും ഓരോ തലമുറ കഴിയുമ്പോഴും വറ്റിപ്പോവുകയായിരുന്നു. കൃഷി ഈ പുതിയ രാജ്യത്തിന്റെ നട്ടെല്ലായിരുന്നു. അത് ഏകദേശം പൂർണ്ണമായും സ്തംഭിക്കാൻ പോവുകയായിരുന്നു. അധികം കുടുംബങ്ങളും ട്രക്കുകളിൽ കൊണ്ടുവരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അവരുടെ ജീവിതം തന്നെ ഒരു ശിക്ഷയായി മാറി. എന്നാൽ ഈ കഠിനമായ മരുഭൂമിയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. വിശാലമായ മെഡിറ്ററേനിയൻ കടൽ. പക്ഷെ ആ വെള്ളം ഉപ്പുരസമുള്ള വിഷമായിരുന്നു. ഒരു വശത്ത് ദാഹം, മറുവശത്ത് വിഷം. ഈ വൈരുദ്ധ്യമാണ് ഇസ്രയേലിനെ ഒരു സാഹസത്തിന് നിർബന്ധിച്ചത്. ഈ വിഷത്തെ അമൃതമാക്കി മാറ്റി കടലിനെ മരുഭൂമിയുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. 2000-ൽ ഏകദേശം $3 ബില്യൺ, അതായത് കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ ഈ ഡെസേർട്ട് വാട്ടർ പ്രോജക്ടിന് അനുമതി ലഭിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. ഇത് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു. അവർ കടൽവെള്ളത്തിന് ജീവൻ നൽകുകയും മാത്രമല്ല, മരുഭൂമിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. പിന്നീട് മണലിൽ നദിയൊഴുക്കി ചരിത്രം മാറ്റിയെഴുതുന്ന ജോലി തുടങ്ങി. ഒരു തുള്ളി വെള്ളം കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യത്തേതും ഏറ്റവും പ്രയാസേറിയതുമായ ജോലി ആ വരണ്ട, തീ തുപ്പുന്ന മരുഭൂമിയെ ഒരു നിർമ്മാണ സൈറ്റാക്കുക എന്നതായിരുന്നു. ഈ മൺകൂനകൾ സാധാരണ മണലായിരുന്നില്ല. ഇന്നിവിടെ, നാളെ മറ്റൊരിടത്ത്. അങ്ങനെ ശക്തമായ ചുഴലിക്കാറ്റിന്റെ ഗതി മാറിക്കൊണ്ടേയിരുന്നു. എഞ്ചിനീയർമാർ ഹൈ റെസല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങൾ, ഭൂമിക്കടിയിൽ കാണുന്ന റഡാറുകൾ, ആയിരക്കണക്കിന് വായു സെൻസറുകൾ ഉപയോഗിച്ച് ജോലി തുടങ്ങി. അവരുടെ ലക്ഷ്യം ഈ കുന്നുകളുടെ സ്വഭാവം മനസ്സിലാക്കുകയും കുഴിക്കാൻ കഴിയുന്ന സ്ഥിരതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതായിരുന്നു. സർവേ ടീമുകൾ മാസങ്ങളോളം മരുഭൂമിയിൽ പൊടിതിന്നു നടന്നു. അവർ ക്യാമ്പുകൾ സ്ഥാപിച്ചു. ഈ മണലിന്റെ ഈ പുതപ്പിനടിയിൽ എന്ത് ഭൂഗർഭശാസ്ത്ര പാളികളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി അവർ 100 കണക്കിന് കുഴികൾ കുഴിച്ചു. ചിലത് 100 അടി വരെ ആഴത്തിൽ. ഇതൊരു AC ഓഫീസിലെ ജോലിയായിരുന്നില്ല. ജീവൻ പണയം വെച്ചുള്ള ജോലിയായിരുന്നു. കനാലിന്റെ വഴിയുടെ ഓരോ മാർക്കറും കൈകൊണ്ട് സ്ഥാപിക്കുകയും സെന്റിമീറ്റർ തലത്തിൽ കൃത്യതയോടെ രേഖപ്പെടുത്തുകയും ചെയ്തു. കാറ്റ്, ചുഴലിക്കാറ്റുകൾ വരുന്ന വഴികളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന രീതിയിലാണ് ഈ റൂട്ട് മുഴുവൻ പ്ലാൻ ചെയ്തത്. ഒരു തെറ്റായ റൂട്ട് തിരഞ്ഞെടുത്താൽ രാത്രിയിലെ ഒരു മണൽക്കാറ്റ് രാവിലെ നിങ്ങളുടെ മാസങ്ങളുടെ പരിശ്രമം നശിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. മാപ്പിംഗ് ഉറപ്പിച്ചതിനു ശേഷം 100 കണക്കിന് ബുൾഡോസറുകൾ രംഗത്തിറങ്ങി. ഉയർന്ന കുന്നുകളെ നിരപ്പാക്കുക എന്നതായിരുന്നു അവരുടെ ജോലി. അവർ ഉയർന്ന കുന്നുകൾ മുറിക്കുകയും ആ മണൽ താഴ്ന്ന സ്ഥലങ്ങളിൽ വിതറുകയും ചെയ്തു. ഭാരമുള്ള നിർമ്മാണ യന്ത്രങ്ങൾ, ക്രെയിനുകൾ, ട്രക്കുകൾ എന്നിവ മണലിൽ താഴാതെ ഓടാൻ കഴിയുന്നത് അത്ര ശക്തമായ ഒരു സമതുലിത പ്രതലം സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഓരോ ഭാഗവും ശ്രദ്ധാപൂർവം ലെവൽ ചെയ്തു. സർവേയർമാർ മൈലുകളോളം നീണ്ട മരുഭൂമിയിൽ കറങ്ങി ഉയരവും ചരിവും പരിശോധിച്ചു. ഒരു വശത്ത് കൺവെയർ ബെൽറ്റുകൾ അധിക മണൽ വർക്ക് ഏരിയയിൽ നിന്ന് അകറ്റി. മറുവശത്ത് കോമ്പാക്ടറുകൾ ആ മണൽ പ്രസ് ചെയ്ത് ഒരു ശക്തമായ അടിത്തറയുണ്ടാക്കി. ബുൾഡോസറുകൾ കുന്നുകളെ നിരപ്പാക്കിയെങ്കിലും ടൺ കണക്കിന് മണൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയായി അവിടുണ്ടായിരുന്നു. ഇവിടെ എഞ്ചിനീയർമാർ ഒരു തകർപ്പൻ ആശയം പ്രയോഗിച്ചു. അത് തികച്ചും നാടൻ വിദ്യ പോലെ ആയിരുന്നു, പക്ഷേ വളരെ ഉപകാരപ്രദമായിരുന്നു. ആ ഉണങ്ങിയ മണലിൽ ശരിയായ അളവിൽ വെള്ളം ചേർത്താൽ മണൽത്തരികൾ ഫെവിക്കോളിന്റെ പശ പോലെ പരസ്പരം ഒട്ടിപ്പിടിക്കുമെന്ന് അവർ കണ്ടെത്തി. അവർ നീളമുള്ള സ്പ്രിംഗ്ലറുകളും ഭൂമിക്കടിയിൽ സ്ഥാപിച്ച പൈപ്പുകളും ഉപയോഗിച്ച് നിയന്ത്രിതമായി വെള്ളം തളിക്കാൻ തുടങ്ങി. മണൽ ശരിയായ ഈർപ്പം ലഭിച്ചപ്പോൾ ഭാരവേറിയ റോളറുകൾ കൊണ്ടുവന്നു. ഈ സ്റ്റീൽ ഡ്രം റോളറുകൾക്ക് ടൺ കണക്കിന് ഭാരമുണ്ടായിരുന്നു. അവ മണലിലൂടെ കടന്നുപോകുമ്പോൾ
മണലിനിടയിൽ കുടുങ്ങിയ വായു പുറന്തള്ളി മണൽക്കണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചു. റോളറുകളുടെ ഇരമ്പൽ മരുഭൂമിയിലുടനീളം മുഴങ്ങി. അത് മൃദുവായ മണലിനെ ഒരേപോലെയുള്ളതും ഉറച്ചതുമായ അടിത്തറയാക്കി മാറ്റി. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ആ പ്രതലം ഉണങ്ങിയപ്പോൾ അത് കോൺക്രീറ്റ് മിക്സറുകളുടെയും സപ്ലൈ ട്രക്കുകളുടെയും ഭാരം താങ്ങാൻ കഴിയുന്നത്ര കട്ടിയുള്ളതായി മാറി. ഇതൊരു ശക്തമായ അടിത്തറയായിരുന്നു. മണലും വെള്ളവും കൊണ്ട് മാത്രം നിർമ്മിച്ച അടിത്തറ. ഇരുമ്പിനെ ഇരുമ്പ് മുറിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ വെള്ളം തന്നെ മണലിനെ വരുതിയിലാക്കി. അടിത്തറ തയ്യാറായതോടെ നൂറുകണക്കിന് എക്സ്കവേറ്ററുകളും വലിയ ഡംപർ ട്രക്കുകളും ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ ആധുനിക ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഖനനങ്ങളിലൊന്ന് ആരംഭിച്ചു. ഏകദേശം 250 മൈൽ നീളമുള്ള ആ നിർമ്മാണ ഇടനാഴിയിൽ നിന്ന് ഓരോ ദിവസവും 7000 ടൺ മണലും മണ്ണുമാണ് ഖനനം ചെയ്ത് നീക്കം ചെയ്തത്. ഇത് ഓരോ ദിവസവും ഡസൻ കണക്കിന് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ നിറയ്ക്കുന്നത്ര ഉണ്ടായിരുന്നു. 1200-ലധികം എഞ്ചിനീയർമാർ, ഓപ്പറേറ്റർമാർ, തൊഴിലാളികൾ എന്നിവരുടെ ടീം ഷിഫ്റ്റുകളിൽ ജോലി ചെയ്തു. പകൽ താപനില 115 ഡിഗ്രി ഫാരൻഹീറ്റിലും മുകളിലായിരുന്നു. പക്ഷേ ജോലി ഒരു നിമിഷം പോലും നിർത്തിയില്ല. കനാലിന്റെ രൂപകൽപ്പനയും അതിശയകരമായിരുന്നു. അടിഭാഗത്ത് 150 അടി വീതിയും ശരാശരി 23 അടി ആഴവും യു പ്രൊഫൈലിലാണ് ഇത് നിർമ്മിച്ചത്. പക്ഷേ യഥാർത്ഥ എഞ്ചിനീയറിംഗ് അത്ഭുതം അതിന്റെ ചരിവ് പ്ലാൻ ആയിരുന്നു. വെള്ളം ഒരു പമ്പോ മോട്ടറോ ഇല്ലാതെ ഗ്രാവിറ്റി ഫ്ലോയിലൂടെ ഒഴുകണമെന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി നീളത്തിലുള്ള ചരിവ് 100 അടിക്ക് 1 ഇഞ്ചിനുള്ളിൽ നിലനിർത്തേണ്ടതുണ്ടായിരുന്നു. മൈലുകൾ നീണ്ട വഴിയിൽ ഇത്ര കൃത്യമായ ചരിവ് നിലനിർത്തുക എന്നത് ചന്ദ്രനിൽ ഒരു സൂചിയിൽ നൂലിടുന്നത് പോലെ പ്രയാസകരമായിരുന്നു. ഓരോ 160 അടിയിലും സർവേ ക്രൂ ലേസർ ലെവലിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഉയരം വീണ്ടും പരിശോധിച്ചു, ഒരു പിഴവും ഉണ്ടാകാതിരിക്കാൻ. ഖനനം ചെയ്ത മണലിൽ ഭൂരിഭാഗവും വെറുതെ കളഞ്ഞില്ല. ആ മണൽ കനാലിന്റെ 2 വശത്തും 10 മുതൽ 16 അടി വരെ ഉയരമുള്ള മൺതിട്ടകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. ദുർബലമായ മണ്ണ് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ എഞ്ചിനീയർമാർ 20 മുതൽ 25 അടി വരെ ആഴത്തിൽ കുഴികളുണ്ടാക്കി അതിൽ 16 ഇഞ്ച് മണൽ പൈലുകൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അടിത്തറ ശക്തിപ്പെടുത്താൻ സിമന്റും കളിമണ്ണും കലർത്തുകയോ ചെയ്തു. ഈ നിർമ്മാണ സൈറ്റ് മൈലുകളോളം വ്യാപിച്ചു കിടന്നു. അവിടെ കോൺക്രീറ്റ് നിർമ്മാണ പ്ലാന്റുകൾ, മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകൾ, എഞ്ചിനീയർമാരുടെ ഫീൽഡ് ക്യാമ്പുകൾ എന്നിവയുണ്ടായിരുന്നു. ആ കത്തിജ്വലിക്കുന്ന വെയിലിലും പൊടിപടലങ്ങളിലും ട്രക്കുകളുടെയും യന്ത്രങ്ങളുടെയും നീണ്ട നിര ഒരു നദി പോലെ ഒഴുകി നിഗേവ് മരുഭൂമിയുടെ നടുവിൽ ഒരു യഥാർത്ഥ നദിയുടെ ആകൃതി കൊത്തിയെടുത്തു. നിഗേവ് മരുഭൂമിയിലെ വെല്ലുവിളി ചൂടും വരൾച്ചയും മാത്രമല്ലായിരുന്നു, മണലിന്റെ ദാഹമായിരുന്നു വെല്ലുവിളി. അതായത് കനാൽ ശരിയായി സീൽ ചെയ്തില്ലെങ്കിൽ മണിക്കൂറുകൾക്കകം നദിയിലെ വെള്ളം മുഴുവൻ ആ മണൽ വലിച്ചെടുക്കുമായിരുന്നു. അതുകൊണ്ട് ലൈനിംഗ് ഘട്ടം ഈ പ്രൊജക്ടിന്റെ ഏറ്റവും നിർണായകമായ ഭാഗമായി മാറി. ആദ്യം കനാലിന്റെ അടിത്തട്ടിലും ചരിവുകളിലും ഈർപ്പം വരുത്തി 2 ഇഞ്ച് കട്ടിയുള്ള നേർത്ത മണൽപ്പാളി വിരിച്ചു. അതിനുശേഷം 4 മുതൽ 5 ഇഞ്ച് കട്ടിയുള്ള കോൺക്രീറ്റ് പാനലുകൾ സ്ഥാപിച്ചു. ഈ പാനലുകൾക്ക് 16 അടി നീളവും 10 അടി വീതിയും ഉണ്ടായിരുന്നു. ചൂടിൽ കോൺക്രീറ്റ് വികസിക്കുകയും തണുപ്പിൽ ചുരുങ്ങുകയും ചെയ്യുന്നതിനാൽ ഓരോ പാനലും എക്സ്പാൻഷൻ ജോയിന്റുകൾ ഉപയോഗിച്ച് മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ചു. വെള്ളം ചോർന്നു പോകാതിരിക്കാൻ ഈ ജോയിന്റുകൾ ചൂടുള്ള ടാർ അല്ലെങ്കിൽ ബിറ്റുമിൻ സീലന്റ് കൊണ്ട് നിറച്ചു. ഭൂമി കൂടുതൽ ദുർബലമായ ഇടങ്ങളിൽ കോൺക്രീറ്റിനടിയിൽ ഒരധിക പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു. മൊത്തത്തിൽ 220 മൈലിൽ അധികം നീളമുള്ള കനാൽ കോൺക്രീറ്റ് കൊണ്ട് മൂടി. കനാലിന്റെ അരികുകളിൽ ചരിവുകൾ ഉറപ്പിക്കാനും മണൽ പറന്ന് കനാലിലേക്ക് തിരികെ വരാതിരിക്കാനും എഞ്ചിനീയർമാർ പ്രത്യേകതരം പുല്ലുകളും മരുഭൂമിയിലെ അക്കേഷ്യ മരങ്ങളുമൊക്കെ നട്ടു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ സ്വർണ്ണമണലിന്റെ കടൽ പിളർന്ന് ഒരു തിളങ്ങുന്ന വെള്ളി റിബൺ പോലെ ഈ കനാൽ കാണപ്പെട്ടു. കനാൽ തയ്യാറായപ്പോൾ യഥാർത്ഥ പരീക്ഷണത്തിന്റെ സമയമായിരുന്നു. വെള്ളം തുറന്നുവിട്ടു. ആ വരണ്ട പൊട്ടിയ കോൺക്രീറ്റ് കനാലിലേക്ക് ആദ്യമായി വെള്ളം കുതിച്ചെത്തിയപ്പോൾ പ്രദേശം മുഴുവൻ ആഘോഷത്തിലാകപ്പെട്ടു. പക്ഷേ ഈ വെള്ളം ഇപ്പോഴും ഉപ്പുവെള്ളമായിരുന്നു. ഇത് കുടിക്കാൻ പറ്റുന്നതാക്കാൻ ഡീസാലിനേഷൻ എന്ന മാന്ത്രിക സംവിധാനം ഉപയോഗിച്ചു. ഇതൊരു അത്യാധുനിക ടെക്നോളജിയായിരുന്നു. കടൽ വെള്ളം ആദ്യം മെക്കാനിക്കൽ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നു. പിന്നീട് മണൽ അടിഞ്ഞുകൂടലും വേർതിരിക്കലും നടക്കുന്നു. അതിനുശേഷം യഥാർത്ഥ പ്രക്രിയ ആരംഭിക്കുന്നു. റിവേഴ്സ് ഓസ്മോസിസ് എന്നാണിത്. ഈ ഘട്ടത്തിൽ വെള്ളത്തിന്മേൽ വലിയ പ്രഷർ ചെലുത്തുകയും അത് വളരെ നേർത്ത ഒരു മെംബ്രെയിനിലൂടെ കടന്നുപോകുകയും ചെയ്യുന്നു. ഈ മെംബ്രെയിൻ വളരെ നേർത്തതായതിനാൽ ശുദ്ധജല തന്മാത്രകൾക്ക് മാത്രമേ അതിലൂടെ പുറത്തുവരാൻ കഴിയുകയുള്ളൂ. ഉപ്പും മറ്റു മാലിന്യങ്ങളും പിന്നിൽ അവശേഷിക്കുന്നു. എന്നാൽ ആർഒയിൽ നിന്ന് പുറത്തുവരുന്ന വെള്ളം അത്രയ്ക്ക് ശുദ്ധമായതിനാൽ അതിൽ മിനറൽസ് ഒന്നും അവശേഷിക്കില്ല. അതുകൊണ്ട് പിന്നീട് അതിൽ കാൽഷ്യവും മഗ്നീഷ്യവും ചേർക്കുന്നു. അങ്ങനെ വെള്ളത്തിന് സ്വാഭാവികമായ രുചി ലഭിക്കുന്നു. അവസാനം അൾട്രാവയലറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഓസോൺ ഉപയോഗിച്ച് അണുക്കളെ നശിപ്പിക്കുകയും അല്പം ക്ലോറിൻ ചേർക്കുകയും ചെയ്യുന്നു.
അങ്ങനെ വെള്ളം ഉപയോഗിക്കാൻ സുരക്ഷിതമാകുന്നു. ഈ ശുദ്ധവെള്ളം നിഗവ് മരുഭൂമിയിൽ എത്തിയപ്പോൾ വലിയ മാറ്റമുണ്ടായി. വരൾച്ച കണ്ട് ഓടിപ്പോയ കർഷകർ തിരിച്ചെത്തി. നാഷണൽ വാട്ടർ സപ്ലൈ കമ്പനി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളം ചെടികളുടെ വേരുകളിൽ എത്തിച്ചു. തൽഫലമായി തരിശുഭൂമിയിൽ ഓറഞ്ചുകൾ, മുന്തിരി, ഗോതമ്പ്, പച്ചക്കറികൾ എന്നിവയുടെ കൃഷിയിടങ്ങൾ തഴച്ചു വളർന്നു. സാറ്റലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ മരുഭൂമിയിൽ ഒരു പച്ചവര കാണാൻ തുടങ്ങി. അങ്ങനെ മണലിൽ നിന്ന് നദിയുണ്ടാക്കിയ ഇസ്രായേൽ ജനതയുടെ വാശിയുടെയും അർപ്പണബോധത്തിന്റെയും കഥയാണിത്. മനുഷ്യൻ മനസ്സുവെച്ചാൽ മരുഭൂമിയിലും പൂക്കൾ വിരിയിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. ഈ അത്ഭുതകരമായ പ്രോജക്റ്റിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുക. ഒപ്പം കൂടുതൽ അത്ഭുത കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരക്കട്ടെ പ്രകാശം.